ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള സ്വകാര്യ നിക്ഷേപത്തിനും വിദേശ സർവകലാശാലകൾക്കും കേരളത്തിലെ ഇടത് സർക്കാർ വാതിൽ തുറന്നുകൊടുക്കുമ്പോൾ CPIMന്റെ മുൻ നിലപാടൊക്കെ മാറിയോ എന്നാണ് ബജറ്റിന് ശേഷം സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്ന ചോദ്യം. വിദേശ സർവകലാശാലകളെയും സ്വകാര്യവൽക്കരണത്തെയും എതിർത്ത് പ്രക്ഷോഭം നടത്തിവന്നിരുന്ന SFI, DYFA മുൻകാല പോരാട്ടങ്ങളെ കൂടി തിരുത്തുകയാണോ തുടർഭരണം നേടിയ LDF സർക്കാരെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു. മുൻപ് ഇതേ കാര്യത്തെ പിന്തുണച്ച നയതന്ത്രജ്ഞൻ TP ശ്രീനിവാസനെ മർദ്ദിച്ചതിന് SFI മാപ്പു പറയുമോ എന്ന ചോദ്യവും നെറ്റിസൺസ് ഉയർത്തുന്നുണ്ട്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കുമെന്നും വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇവിടെ ആരംഭിക്കുന്നത് ആലോചിക്കുമെന്നും ഇതിനായി നികുതി ഇളവുകൾ ഉൾപ്പെടെ നൽകുമെന്നുമായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനം. ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെ യുവാക്കൾ വിദേശത്തേക്ക് ഒഴുകുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. എന്നിരിക്കലും വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനെതിരെ എക്കാലവും പ്രതിഷേധിച്ചിരുന്ന ഒരു മുന്നണി പെട്ടെന്ന് തങ്ങൾ ഭരണത്തിലെത്തുമ്പോൾ നിലപാട് മാറ്റുന്നത് ചരിത്രത്തിലെ കൗതുകമെന്നതിലുപരി കൂടുതൽ വിശദീകരണം നേതാക്കളിൽ നിന്ന് അർഹിക്കുന്ന വിഷയമായി സോഷ്യൽ മീഡിയയിലെ ഒരു കൂട്ടം കാണുന്നു. 2016 കോവളത്ത് ആഗോള വിദ്യാഭ്യാസ സംഗമത്തിനെത്തിയപ്പോഴാണ് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷനായ TP ശ്രീനിവാസനെ SFI നേതാവ് കർണത്തടിച്ചത്. വിദ്യാഭ്യാസ കച്ചവടമാണ് കോവളത്ത് നടന്നതെന്ന് ആരോപിച്ചായിരുന്നു SFI പ്രതിഷേധം. അന്നത്തെ സംഭവത്തെ അപലപിക്കാതെയായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വിദേശ സ്ഥാപനങ്ങളുടെ ഏജന്റുമാരാകരുതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. നാടിന് ഒരു തരത്തിലും യോജിക്കാത്ത ഒരു സംരംഭമാണ് അക്കാദമിക് സിറ്റി എന്നാണ്. ആ അക്കാദമിക് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലും യോജിക്കാൻ കേരളത്തിനാവില്ല. അത് UDFന്റെ ഭാഗമായി നിൽക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യമാണ്. വിദേശ സ്ഥാപനങ്ങളുടെ ഏജന്റുമാരായിട്ട് മാറേണ്ടതില്ല. നമുക്ക് നമ്മുടെ തന്നെ നാടിനെ അഭിവൃദ്ധിപ്പെടുത്താം. അതാണ് ഇവിടെ വേണ്ടത്. ആ പഴയ വിജയന്റെ പ്രതികരണവും TP ശ്രീനിവാസന്റെ കർണത്തേറ്റ അടിയും കാലമേറെ കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തെ പൊള്ളിക്കുന്നുവെന്നാണ് ചില പ്രതികരണങ്ങളുടെ ആകെത്തുക. ഉരുണ്ട ഭൂമിയിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന ഇടതുപക്ഷമേ നമിക്കുന്നു നിങ്ങളെ. സാശ്രയ സ്വകാര്യ സ്വയംഭരണ സമ്പ്രദായങ്ങളെ പാടെ ചവച്ചു തുപ്പിയ നിങ്ങളുടെ വാക്കും കേട്ട് TP ശ്രീനിവാസന്റെ മുഖത്തടിച്ച SFIയെ കൊണ്ട് മാന്യത ഉണ്ടെങ്കിൽ മാപ്പ് പറയിപ്പിക്കാൻ CPIM തയ്യാറാകണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യറിന്റെ പോസ്റ്റ്. TP ശ്രീനിവാസന് കൊടുത്തതുപോലെ ഒരെണ്ണം ബാലഗോപാൽ സഖാവിന് കൊടുത്തിട്ട് ചരിത്രം ഓർമ്മിപ്പിക്കണമെന്ന് KSU നേതാവ് ആൻ സെബാസ്റ്റ്യനും ഫേസ്ബുക്കിലൂടെ ഓർമ്മിപ്പിക്കുന്നു. കൂത്തുപറമ്പിൽ 5 പേർ വെടികൊണ്ട് മരിച്ചത് ഒരു സഹകരണ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലാണെന്ന് സനൽ നായരുടെ പോസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു. സ്വാശ്രയ കോളേജുകൾക്കെതിരായ സമരങ്ങളെയും പുഷ്പനെ അറിയാമോ എന്ന ഗാനവും ഇടതുപക്ഷം സ്വയം ഓർമ്മിക്കേണ്ട ചരിത്രഘട്ടമാണിതെന്ന് സൂചിപ്പിച്ച് പല പോസ്റ്റുകളും വരുന്നുണ്ട്. ബജറ്റിലെ വിദേശ സർവകലാശാല പ്രഖ്യാപനം അംഗീകരിക്കാനാകില്ലെന്ന് SFI അറിയിച്ചിട്ടുണ്ട്. അതേസമയം വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കാൻ വിദേശ സർവകലാശാലകൾ നല്ലതാണെന്നായിരുന്നു മന്ത്രി R ബിന്ദുവിന്റെ പ്രതികരണം. പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തിട്ടുണ്ടല്ലോ എന്നും എന്നാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ മാറ്റിവെക്കാനാകുമോ എന്നും മന്ത്രി R ബിന്ദു ചോദിച്ചു.